ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ദേവാങ്കൻ ആനന്ദ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് LBS GNM ഓർ ANM കോഴ്സിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എല്ലാവർക്കും തന്നെ അറിയാം, സ്പോട്ട് അലോട്ട്മെൻറ്റിൽ അഡ്മിഷൻ ലഭിച്ച എല്ലാ കുട്ടികളും തന്നെ ഒക്ടോബർ 28, അതായത് നാളെ 5 PM അകം തന്നെ അതാത് കോളേജിൽ പ്രവേശനം നേടേണ്ടതാണ് എന്നൊരു നോട്ടിഫിക്കേഷൻ നമുക്ക് LBS വെബ്സൈറ്റിൽ വന്നിരുന്നു. അതേപറ്റിയുള്ള കുറച്ച് കാര്യങ്ങളും അതേപോലെ തന്നെ മിക്ക കുട്ടികൾക്കും കുറേ ഡൗട്ട്സ് ഉണ്ട്. അങ്ങനെ കുറച്ച് ഡൗട്ട്സ് ഞാനിങ്ങനെ കണ്ടിരുന്നു. അതിനെപ്പറ്റിയിട്ടുള്ള കുറച്ച് ഡൗട്ട്സിൻ്റെ ആൻസേഴ്സും ഒക്കെ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതുവരെ അഡ്മിഷൻ ലഭിക്കാത്തവർക്ക് ഇനി സ്പോട്ട് അലോട്ട്മെൻറ്റിൽ അഡ്മിഷൻ ലഭിക്കുമോ എന്നുള്ള കാര്യവും ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. നമുക്ക് ഒക്ടോബർ 29 ഇനി സീറ്റ് വേക്കൻസീസ് ഉണ്ടെങ്കിൽ നമുക്ക് സ്പോട്ട് അലോട്ട്മെൻറ്റ് നടക്കുന്നതായിരിക്കും. അതിനെപ്പറ്റിയുള്ള കുറച്ച് ഡീറ്റെയിൽസും ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തുന്നുണ്ട്. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ എല്ലാവർക്കും തന്നെ അറിയാം, അതായത് സ്പോട്ട് അലോട്ട്മെൻറ്റ് കഴിഞ്ഞിരുന്നു. സ്പോട്ട് അലോട്ട്മെൻറ്റിൽ അഡ്മിഷൻ ലഭിച്ച എല്ലാ കുട്ടികളും തന്നെ ഒക്ടോബർ 28 തന്നെ കോളേജുകളിൽ പോയി അഡ്മിഷൻ എടുക്കേണ്ടതാണ്. അപ്പോൾ എല്ലാവരും തന്നെ ഇപ്പോൾ അഡ്മിഷൻ എടുത്ത് കാണും. എടുക്കാത്ത കുട്ടികളെല്ലാവരും തന്നെ ഒക്ടോബർ 28, അതായത് നാളെ 5 മണിക്കകം തന്നെ കറക്റ്റായിട്ട് കോളേജിൽ പോയിട്ട് അഡ്മിഷൻ എടുക്കേണ്ടതാണ്. ആ ഒരു കാര്യം എല്ലാവരും തന്നെ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതുവരെ അഡ്മിഷൻ എടുക്കാത്തവരെല്ലാവരും തന്നെ ശ്രദ്ധിക്കുക. അതായത് എല്ലാവരും തന്നെ കറക്റ്റായിട്ടും അഡ്മിഷൻ പോയി എടുക്കേണ്ടതാണ്. ഒറിജിനൽ ഡോക്യുമെൻറ്റ്സ് ഒക്കെ തന്നെ കൊണ്ടുപോയിട്ട് എല്ലാവരും അഡ്മിഷൻ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ ഈ ഒരു നോട്ടിഫിക്കേഷനിൽ കറക്റ്റായിട്ട് പറയുന്നുണ്ട്, അതായത് നമ്മൾ ഒക്ടോബർ 28 തന്നെ അഡ്മിഷൻ എടുത്തില്ല എന്നുണ്ടെങ്കിൽ നമുക്കിനിയും ഡേറ്റ് അവർ നീട്ടി നൽകുകയില്ല. അപ്പോൾ എല്ലാവരും തന്നെ ഒറിജിനൽ ഡോക്യുമെൻറ്റ്സ് ഒക്കെ കൊണ്ടുപോയിട്ട് കറക്റ്റായിട്ട് അഡ്മിഷൻ എടുക്കുന്ന കാര്യം ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ നമ്മുടെ വെബ്സൈറ്റിൽ തന്നെ ഇങ്ങനൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്, അതായത് ഇനിയും സീറ്റ് വേക്കൻസി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സ്പോട്ട് അലോട്ട്മെൻറ്റ് ഒക്ടോബർ 29 നടത്തുന്നതായിരിക്കും. LBS സെൻറ്ററിൻ്റെ എല്ലാ ഡിസ്ട്രിക്റ്റ് ഫെസിലിറ്റേഷൻ സെൻറ്ററുകളിലും വെച്ചായിരിക്കും നടത്തുന്നത്. ആ ഒരു കാര്യവും കൃത്യമായി തന്നെ നമുക്ക് നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ സീറ്റ് കിട്ടാത്ത കുട്ടികളൊന്നും തന്നെ വിഷമിക്കേണ്ട ആവശ്യമില്ല. അതായത് സ്പോട്ട് അലോട്ട്മെൻറ്റിൽ നമുക്ക് കിട്ടാനായിട്ട് ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ആരും തന്നെ വിഷമിച്ചിരിക്കേണ്ട ആവശ്യമില്ല. എല്ലാവരും തന്നെ സ്പോട്ട് അലോട്ട്മെൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. സ്പോട്ട് അലോട്ട്മെൻറ്റിൽ നമുക്ക് അഡ്മിഷൻ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. സീറ്റ് വേക്കൻസീസ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒക്ടോബർ 29 സ്പോട്ട് അലോട്ട്മെൻറ്റ് LBS സെൻറ്ററിൻ്റെ ഫെസിലിറ്റേഷൻ സെൻറ്ററുകളിൽ വെച്ച് നടത്തുമെന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പറയേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇനിയും 29 നടക്കാൻ പോകുന്ന സ്പോട്ട് അലോട്ട്മെൻറ്റിനായാലും നിങ്ങളെല്ലാവരും തന്നെ ഡയറക്റ്റായിട്ട് സെൻറ്ററിൽ ചെല്ലേണ്ടതാണ്. ഓരോ ഡിസ്ട്രിക്റ്റിനും ഓരോ സെൻറ്റർ പറഞ്ഞിട്ടുണ്ട്. ആ ഡിസ്ട്രിക്റ്റിലെ സെൻറ്റേഴ്സിൽ തന്നെ പോവുക. നമുക്ക് അതാത് ഡിസ്ട്രിക്റ്റിൽ ഏതൊക്കെ ഫെസിലിറ്റേഷൻ സെൻറ്റേഴ്സ് എവിടേക്കാണുള്ളതെന്ന് അറിയാത്ത കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വെബ്സൈറ്റിൽ തന്നെ അതിൻ്റെ ഒരു ഓപ്ഷൻ തന്നിട്ടുണ്ട്. നമുക്ക് ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് അത് ഡൗൺലോഡ് ആക്കി എടുത്ത് നമുക്ക് നോക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. അതായത് ഇവിടെ നമുക്ക് അതാത് ഡിസ്ട്രിക്റ്റിലെ ഫെസിലിറ്റേഷൻ സെൻറ്റേഴ്സ് എവിടേക്കാണെന്നും അതിൻ്റെ കോണ്ടാക്റ്റ് നമ്പേഴ്സും നമുക്കിവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും തന്നെ ഇത് നോക്കുക. ഏത് ഡിസ്ട്രിക്റ്റിലുള്ളവരായാലും, ഇപ്പം കണ്ണൂർ, കാസർഗോഡ്, പാലക്കാട്, അതുപോലെ എല്ലാ ഡിസ്ട്രിക്റ്റിലെയും ഫെസിലിറ്റേഷൻ സെൻറ്റേഴ്സ് അവർ ഈ ഒരു ലിസ്റ്റിൽ തന്നിട്ടുണ്ട്. എല്ലാവരും തന്നെ ഡൗൺലോഡ് ആക്കി നോക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് സ്ക്രീൻഷോട്ട് എടുത്തോ അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിയോ വെക്കുക. എല്ലാവർക്കും തന്നെ ഫെസിലിറ്റേഷൻ സെൻറ്റേഴ്സ് എവിടേക്കാണെന്ന് അറിയാമായിരിക്കും. എന്നാലും ഞാൻ പറയുകയാണ്, ഡിസ്ട്രിക്ട് ഫെസിലിറ്റേഷൻ സെൻറ്റേഴ്സ് ഏതൊക്കെയാണ് എവിടേക്കാണെന്നൊക്കെ അറിയാത്തവർ ഈ ഒരു വീഡിയോയിൽ കാണുന്ന ഈ ഒരു പേജ് നമ്മുടെ വെബ്സൈറ്റിൽ കാണും. ആ ഒരു വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ആക്കി കറക്റ്റായിട്ട് അതാത് ഡിസ്ട്രിക്റ്റിലെ ഫെസിലിറ്റേഷൻ സെൻറ്റേഴ്സ് ഏതൊക്കെയാണ് എന്ന് നോക്കുക. അതേപോലെ തന്നെ ഓൾറെഡി അലോട്ട്മെൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് റാങ്ക് ലിസ്റ്റിൽ ഉള്ള കുട്ടികളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നെയും ഈ ഒരു സ്പോട്ട് അലോട്ട്മെൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ അഡ്മിഷൻ എടുത്ത കുട്ടികൾക്കും സ്പോട്ട് അലോട്ട്മെൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. അവിടെ പോയി ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് കിട്ടുകയില്ലയോ എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അതേപോലെ തന്നെ 29 രാവിലെ 10 മണിക്ക് മുന്നോടിയായിട്ട് തന്നെ സെൻറ്ററിൽ എത്താനായിട്ടും നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്.
അതേപോലെ തന്നെ ആ ഒരു ദിവസം അവിടെ പോയി ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യുന്നവരെ മാത്രമായിരിക്കും അലോട്ട്മെൻറ്റിൽ പരിഗണിക്കുക. ആ ഒരു കാര്യവും എല്ലാവരും മനസ്സിലാക്കുക. അതേപോലെ തന്നെ കുറച്ച് കുട്ടികൾക്ക് വരാവുന്ന കുറച്ച് ഡൗട്ട്സ് ഞാനിവിടെ പറയാം. അതായത് ഫസ്റ്റ് സ്പോട്ട് അലോട്ട്മെൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്തവർക്ക് ഇനി വരുന്ന സ്പോട്ട് അലോട്ട്മെൻറ്റ്സിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് മിക്ക കുട്ടികൾക്കും ഡൗട്ട് വരാവുന്നതാണ്. അങ്ങനെ നമുക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ആ ഒരു കാര്യം മനസ്സിലാക്കുക. ഫസ്റ്റ് സ്പോട്ട് അലോട്ട്മെൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്തവർക്കും ഇനി വരുന്ന സ്പോട്ട് അലോട്ട്മെൻറ്റ്സിലെല്ലാം തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അതേപോലെ തന്നെ ഇനി നെക്സ്റ്റ് പറയാവുന്ന ഡൗട്ടാണ്, അതായത് നമുക്ക് നേരത്തെ അഡ്മിഷൻ കിട്ടി, നമ്മൾ ഇനിയും പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട കോളേജിൽ നമ്മൾ ചൂസ് ചെയ്തു, എന്നിട്ട് ആ ഒരു കോളേജിൽ നമുക്ക് അഡ്മിഷൻ കിട്ടിയില്ല, വേറെ കോളേജിലാണ് കിട്ടിയതെന്നുണ്ടെങ്കിൽ നമുക്ക് നേരത്തെ കിട്ടിയ കോളേജിൽ പോകാനായിട്ട് സാധിക്കുമോ എന്നൊക്കെ ഡൗട്ട് വരാം. അപ്പോൾ എല്ലാവരും തന്നെ ശ്രദ്ധിക്കുക. അതായത് സ്പോട്ട് അലോട്ട്മെൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ വേക്കൻസി സീറ്റ് അനുസരിച്ച് തന്നെ ഓപ്ഷൻസ് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമുക്ക് ഓപ്ഷൻസ് വെച്ചിട്ട് നമുക്ക് അഡ്മിഷൻ, അതായത് അലോട്ട്മെൻറ്റ് ലഭിക്കുകയാണെങ്കിൽ നമ്മൾ ആ ഒരു കിട്ടിയ കോളേജിൽ പോയി അഡ്മിഷൻ എടുക്കേണ്ടതാണ്. അതേപോലെ തന്നെ നമുക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ, നമുക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഓൾറെഡി നേരത്തെ അഡ്മിഷൻ എടുത്ത കോളേജിൽ തന്നെ പോയാലും മതിയാകും. ആ ഒരു കാര്യം എല്ലാവരും തന്നെ മനസ്സിലാക്കുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. നെക്സ്റ്റ് ഏത് വീഡിയോസാണ് വേണ്ടതെന്ന് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക എന്ന് ഞാൻ എപ്പോഴും എല്ലാ വീഡിയോസിലും പറയാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നെക്സ്റ്റ് ഏതെങ്കിലും വീഡിയോസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുന്നതനുസരിച്ച് ഞാൻ ഉറപ്പായിട്ടും ചെയ്യുന്നതായിരിക്കും. അതേപോലെ തന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനി ഞാൻ കുറച്ച് വേറെ ഡൗട്ട്സിനെ പറ്റിയിട്ട് കൂടി പറയാം. അതായത് കഴിഞ്ഞ സ്പോട്ട് അലോട്ട്മെൻറ്റിൽ അഡ്മിഷൻ കിട്ടിയവർക്ക് ഈ സ്പോട്ട് അലോട്ട്മെൻറ്റ് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റില്ലേ എന്ന് ഡൗട്ട് വരാം. കഴിഞ്ഞ സ്പോട്ട് അലോട്ട്മെൻറ്റ് കിട്ടിയവർക്ക് ഈ ഒരു സ്പോട്ട് അലോട്ട്മെൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയില്ല. ആ ഒരു കാര്യം എല്ലാ കുട്ടികളും മനസ്സിലാക്കുക. സ്പോട്ടിൽ കിട്ടാത്തവർക്കാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. സ്പോട്ട് അലോട്ട്മെൻറ്റിൽ ഓൾറെഡി അലോട്ട്മെൻറ്റ് ലഭിച്ച കുട്ടികൾക്ക് ഇനിയും വരുന്ന സ്പോട്ട് അലോട്ട്മെൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. സ്പോട്ട് അലോട്ട്മെൻറ്റ് കിട്ടാത്തവർക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ എല്ലാവർക്കും തന്നെ മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. മിക്ക കുട്ടികൾക്കും വരാവുന്ന കുറച്ച് ഡൗട്ട്സാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. അതേപോലെ തന്നെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് നെക്സ്റ്റ് വീഡിയോസ് ഏതൊക്കെയാണ് വേണ്ടതെന്നും നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കാവുന്നതാണ്. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.